ദൈവത്തിന് അബദ്ധം പറ്റുമോ? ദൈവത്തിന് തെറ്റ് സംഭവിക്കുമോ? നമുക്കും എനിക്കും നിങ്ങൾക്കുമെല്ലാം നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ അബദ്ധങ്ങൾ സംഭവിച്ചേക്കാം. നമുക്കൊക്കെ ഒരുപക്ഷെ തെറ്റുകൾ സംഭവിച്ചേക്കാം. പക്ഷെ ദൈവത്തിന് അബദ്ധം പറ്റുമോ? വേദപുസ്തകം പഠിക്കുമ്പോൾ യോന എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ നമുക്കറിയാം. ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ടതിന് ശേഷം ആ അരുളപ്പാട് അനുസരിക്കാതെ തനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് യാത്ര തിരിച്ച മനുഷ്യനാണ് യോന എന്ന് നമുക്കറിയാം. യോനയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോയതിൻ്റെ അനന്തരഫലമായി താൻ സഞ്ചരിച്ച കപ്പലിന് വലിയ ഛേദമുണ്ടായി. കപ്പലിൽ നിന്ന് എടുത്ത് ഇവനെ വെള്ളത്തിലേക്ക് എറിഞ്ഞു കളയുമ്പോൾ വലിയൊരു മഹാമത്സ്യം ഇവനെ വിഴുങ്ങുകയും ആ മീനിൻ്റെ വയറ്റിൽ കിടന്ന് നിലവിളിച്ച ഈ മനുഷ്യനെക്കുറിച്ച് ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം, അല്ലേ? നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഈ മനുഷ്യൻ ഇപ്രകാരമുള്ള തനിക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് യാത്ര തിരിച്ച ഈ ഭാഗം പഠിക്കുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ മാനുഷികമായ ബുദ്ധിയിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടാണ്? ദൈവത്തിന് അബദ്ധം പറ്റിയതാണോ? ആ കാലഘട്ടങ്ങളിൽ മറ്റൊരുവനെ തിരഞ്ഞെടുക്കത്തില്ലായിരുന്നോ? ദൈവം എന്തുകൊണ്ട് ഇവൻ ഇങ്ങനെ തനിക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകുമെന്ന് ദൈവത്തിനറിയാമല്ലോ. ദൈവം സർവശക്തൻ, ദൈവം സർവജ്ഞാനിയാണല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ തന്നെ തിരഞ്ഞെടുത്തത്? ഞാൻ ഈ ഭാഗം പഠിച്ചപ്പോൾ ഇപ്രകാരം ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു വെളിപ്പാട് നിങ്ങളുമായി ഷെയർ ചെയ്യുവാനാണ് ഈ ഒരു ചെറിയ ഷോർട്ട് മെസ്സേജുമായി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, അതിങ്ങനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് നമ്മുടെ മേലൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിന് എൻ്റെ മേലൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ആ പദ്ധതി ഏതെല്ലാം പ്രതിസന്ധിയിലൂടെ, ഏതെല്ലാം അവസ്ഥയിലൂടെ കടന്നുപോയാലും ആ പദ്ധതി നമ്മളിലൂടെ തന്നെ ദൈവം അത് തിരഞ്ഞെടുത്തവരിലൂടെ തന്നെ ദൈവത്തിൻ്റെ പദ്ധതി നിവർത്തിക്കുവാനിടയായിത്തീരും. ഈ യോന എന്ന് പറഞ്ഞ മനുഷ്യനെ കൊണ്ട് തന്നെ ആ ദേശത്ത്, ആ രാജ്യത്ത് ആ മിനിസ്ട്രി ചെയ്യണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ഞാൻ ചിന്തിച്ചു, കർത്താവെ, ദൈവത്തിന് അബദ്ധം പറ്റിയതാണോ? എനിക്ക് മനസ്സിലായ മറ്റൊരു വെളിപ്പാടും കൂടെ പറയാം. ഞാൻ മാനുഷികമായാണ് ചിന്തിച്ചത്. മനുഷ്യൻ മാനുഷികമായി ചിന്തിക്കുമ്പോൾ ദൈവമോ ദൈവികമായ പദ്ധതികൾ ദൈവികമായ നിലവാരങ്ങളിൽ വെളിപ്പെടും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ ഈ സന്ദേശം ഇവിടെ പറയുമ്പോൾ നിങ്ങളുടെ മേൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ടെങ്കിൽ, നിങ്ങളുടെ തലമുറയിൽ മേൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ടെങ്കിൽ, ശുശ്രൂഷ ചെയ്യുന്ന നിങ്ങളുടെ ശുശ്രൂഷയിൽ മേൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ടെങ്കിൽ, അത് നമ്മളിലൂടെ തന്നെ ദൈവം ചെയ്തെടുക്കുവാനിടയായിത്തീരും. മാനുഷികമായി ആരെല്ലാം വിലയിരുത്തിയാലും, എന്തെല്ലാം നെഗറ്റീവുകൾ പറഞ്ഞാലും, ഏതെല്ലാം അനുഭവങ്ങൾ നമ്മളെക്കുറിച്ച് പറഞ്ഞാലും, ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കുവാൻ, ദൈവത്തിന് നിങ്ങളുടെ പട്ടണത്തിൽ, നിങ്ങളുടെ രാജ്യത്ത്, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ ആയിരിക്കുന്ന ചുറ്റുപാടിൽ ദൈവത്തിന് മാനിക്കുവാൻ, ദൈവത്തിന് ഉപയോഗിക്കുവാൻ പദ്ധതി ഉണ്ടെങ്കിൽ അത് കർത്താവ് ചെയ്യുക തന്നെ ചെയ്യും. 2026 അത്ഭുതങ്ങളുടെ നാളുകളായി ദൈവം വലിയവ നിങ്ങളിലൂടെ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു.